നിരോധിത മത തീവ്രവാദ സംഘടനയാണ് PFI. PFIയും SDP-യുമായിട്ട് ബന്ധമുണ്ടെന്നും കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെയുള്ള പല കേസുകളും ഇപ്പോൾ ED പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് SDP സംഘടിപ്പിച്ച ഒരു ഇഫ്താർ വിരുന്നിൽ കോൺഗ്രസിലെ പല നേതാക്കളും പങ്കെടുത്തു എന്നുള്ളത്. ഇതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഈ SDP-യും പോപ്പുലർ ഫ്രണ്ടും തമ്മിൽ ബന്ധമല്ല, അവരൊന്നാണ്. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച് കഴിഞ്ഞപ്പോൾ ആ മുൻനിര നേതാക്കന്മാരെല്ലാം ജയിലിൽ കിടക്കുന്നു. ബാക്കിയുള്ളവരെല്ലാം അടുത്ത നിരയിലുള്ള നേതാക്കന്മാരും താഴേത്തട്ടിലുള്ള ചോട്ടാ നേതാക്കന്മാരും അണികളും ഒക്കെ SDP-യിൽ നിൽക്കുന്നു. ഈ SDP-ഐ അംഗീകൃത രാഷ്ട്രീയ പാർട്ടിയായിട്ട് നിലനിർത്തിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഇവരെ ഇപ്പോൾ ഏത് തരത്തിൽ നിരോധിക്കണം എന്നുള്ളതിനെക്കുറിച്ച് കേന്ദ്രം എല്ലാ തരത്തിലും പല വിവരങ്ങളും ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവരുടെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിന് വന്നിട്ടുള്ള പല വിദേശ ഫണ്ടുകളും ഇവരിലേക്ക് തന്നെയാണ് പോയിട്ടുള്ളത്. അതിനെക്കുറിച്ച് ബാങ്ക് അക്കൗണ്ടുകളൊക്കെ തന്നെ പരിശോധിക്കുകയാണ്. ഈ SDP-ഐക്ക് കേരളത്തിലുള്ള രാഷ്ട്രീയ കക്ഷികളൊക്കെയായിട്ട് LDF-നും UDF-നോടും വളരെ ബന്ധമുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായ കാര്യമാണ്. ഇപ്പോൾ കൂടുതൽ ആഭിമുഖ്യം വെച്ച് പുലർത്തി നിൽക്കുന്നത് UDF-നോടാണ്. ഇക്കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ SDP-ഐ അവിടെ പാലക്കാട് ഒരു നിർണായക ഘടകമായി മാറുകയാണ് ചെയ്തത്. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ ഒരു സാഹചര്യമാണ് SDP-ഐ അവിടെ ഒരുക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ SDP-ഐ എന്ന് പറയുന്നത് പോപ്പുലർ ഫ്രണ്ട് തന്നെയാണ്. ഇവരുടെ മുഴുവൻ അണികൾ ഇങ്ങോട്ടേക്ക് നിൽക്കുകയല്ലേ. ഈ SDP-ഐയെയും വെൽഫെയർ പാർട്ടിയെയും അതുപോലെ തന്നെ ജമായത്തെ ഇസ്ലാമിയെയും ഒക്കെ തന്നെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് മുസ്ലിം ലീഗ് എന്നാണ് പിണറായി വിജയൻ തന്നെ പറഞ്ഞിട്ടുള്ളത്. ഇത് സംഘപരിവാർ പറയേണ്ട ഒരു കാര്യമാണ് പിണറായി പറഞ്ഞത്. അത് വളരെ കൃത്യമായിട്ടുള്ളതാണ്. ഇത് പിണറായി പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇത് UDF-ലേക്ക് നിൽക്കുന്നു. ഇവരെ ആ ചായ്വ് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പറഞ്ഞത്. അവർ നടത്തിയ ഇഫ്താർ വിരുന്നാണ്. ഈ ഇഫ്താർ വിരുന്നെന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ പേരിൽ കുറേ പേര് ചേർത്ത് നിർത്താൻ വേണ്ടി നടത്തുന്ന രാഷ്ട്രീയ കക്ഷികൾ നടത്തുന്ന ഒരു വൈകുന്നേരത്തെ ഒരു തീറ്റ വ്യായാമമായിട്ടാണ് തോന്നുന്നത്. അവർ നോമ്പ് മുറിക്കുന്നു, എന്നിട്ട് അവർ എല്ലാവരും കൂടി വളരെ സൗഹൃദത്തോടു കൂടി ഭക്ഷണം കഴിച്ചു പോകട്ടെ, അത് നല്ലതാണ്. നമ്മുടെ നിയമസഭയിലും ഓരോരുത്തരുടെ ഇതനുസരിച്ച് ഇഫ്താർ വിരുന്ന് നടത്തുന്നുണ്ട്. അതുപോലെ എല്ലാവരും നടത്തുകയാണ്. ആരാ നടത്താത്തത്? അല്ല, ഇപ്പൊ SDP എന്ന് പറഞ്ഞപ്പോൾ നമുക്കറിയാം SDP-യിലെ പ്രധാന നേതാവിനെ വരെ അറസ്റ്റ് ചെയ്യുകയും തൊട്ടടുത്ത ദിവസങ്ങളിലായി നിരവധി സ്ഥലങ്ങളിൽ നിന്ന്, കോട്ടയത്തും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ പല വീടുകളിൽ നിന്നും ഈ പറഞ്ഞതുപോലെ കള്ളപ്പണങ്ങൾ കണ്ടുപിടിക്കുകയൊക്കെ ചെയ്യുന്ന ഈ ഒരു ഘട്ടത്തിൽ ED വളരെയധികം അതിലോട്ട് തന്നെ ED തിരിഞ്ഞിരിക്കുകയാണ്. അവരുടെ പിന്നാലെ തന്നെ ED ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇരിക്കുന്ന ഒരു സന്ദർഭത്തിൽ നാളെ ഒരു പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെ ഈ ഒരു SDP എന്ന് പറഞ്ഞ സംഘടന നിരോധിച്ചുകൂടാ എന്നുള്ളതില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സന്ദർഭത്തിലാണ് ഈ ഒരു ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കുന്നത്. ഈ നിരോധിക്കാൻ പറ്റില്ലെന്നും പറയാൻ പറ്റത്തില്ല. ഈ രജിസ്റ്റർ ചെയ്തപ്പോൾ അതിനകത്ത് ചില വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകൾ അനുസരിച്ചാണ് പക്ഷെ ആ വ്യവസ്ഥകൾ ഓരോന്നും ഇപ്പം അവർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു അംഗത്തെ ഒരാൾ ഒരിടത്ത് എടുക്കുമ്പോൾ അതിന് ചില വ്യവസ്ഥകളുണ്ട്. അത് ലംഘിച്ചാൽ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് അറിയാവുന്നതല്ലേ. പുറത്താക്കും, അതിനകത്ത് നിന്ന് ഡിലീറ്റ് ചെയ്യും. ഇതാണ് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ഒരു അംഗീകൃത രാഷ്ട്രീയ പാർട്ടി എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും മതവിദ്വേഷ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതിന് തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇടപെടാം. അതിനെ നിരോധിക്കാനുള്ള എല്ലാ തരത്തിലുള്ള പഠനവുമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അത്തരത്തിൽ ഇവരുടെ ഒരു അഖിലേന്ത്യാ നേതാവ് ഫൈസിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ അഖിലേന്ത്യാ നേതാവ് മലയാളിയാണ്. ഇപ്പോൾ SDP-ഐക്ക് കൂടുതൽ വ്യാപകമായിട്ട് നിൽക്കുന്നത് കേരളത്തിലാണ്. പോപ്പുലർ ഫ്രണ്ടിനും ഏറ്റവും കൂടുതൽ ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് കേരളമാണ്. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നതിന് തൊട്ട് മുമ്പ് നടത്തിയ റെയ്ഡിലെ കേരളത്തോടൊപ്പം മറ്റ് പല സംസ്ഥാനങ്ങളിലും നടത്തി.
ഏറ്റവും മുൻനിര നേതാക്കന്മാരൊക്കെ കേരളത്തിൽ നിന്നായിരുന്നു. കാരണം കേരളം ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു താവളമാക്കി മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവരുടെ പലതരത്തിലുള്ള പരിശീലനത്തിനും അതുപോലെയുള്ള മറ്റ് പ്രവർത്തനങ്ങളുടെയൊക്കെ ഒരു ഇടമായിട്ട്, കാരണം ഇവിടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളുടെ പിൻബലം ഇവർക്ക് കിട്ടും എന്നുള്ളത്, കിട്ടുക മാത്രമല്ല അതിൻ്റെ ഇവരുടെ മുഴുവൻ പിൻബലത്തോടുകൂടി അവരും നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലുള്ള വാർത്തകളിൽ തന്നെയുണ്ട് PFIക്ക് വന്നിരിക്കുന്ന ഫണ്ടുകൾ അതുപോലെ തന്നെ മറ്റ് സ്വകാര്യ വ്യക്തികളിലേക്ക് നൽകിക്കൊണ്ട് അത് തിരിച്ച് SDPയിലേക്ക് വരുന്നു എന്നുള്ളത്. ഒരു വലിയ കള്ളപ്പണം വെളുപ്പിക്കൽ എന്ന് പറയുന്നത് മാത്രമല്ല, ഒരു തീവ്രവാദ പ്രവർത്തനത്തിന് വരെ ഈ ഫണ്ടുകൾ ഉപയോഗിക്കുന്നു എന്നുള്ള സംശയം വരെ EDക്ക് ഇവിടെ തെളിഞ്ഞിരിക്കുകയാണ്. അപ്പം വലിയൊരു തീവ്രവാദ പ്രവർത്തനം കേരളത്തിൽ ഉരുത്തിരിഞ്ഞു എന്ന് പറയുമ്പോൾ ഇതിന് സപ്പോർട്ടിങ് എന്നുള്ള രീതിയിലല്ലേ ഈ ഒരു ഇഫ്താർ വിരുന്ന്, ഇതിന് അനുകൂലമായിട്ടുള്ള ഒരു ഇഫ്താർ വിരുന്നല്ലേ ഇപ്പോൾ നടന്നിരിക്കുന്നത്. അപ്പൊ രണ്ടും ഒന്ന് ആണെന്നുള്ളത് വ്യക്തമായില്ലേ? രണ്ടും ഒന്ന് തന്നെ. പോപ്പുലർ ഫ്രണ്ടും SDPIയും ഒന്ന് തന്നെയാണ്, അതിനകത്ത് മാറ്റമൊന്നുമില്ല. ഇത് വേറൊരു രൂപത്തിൽ അറിയപ്പെടുന്നു എന്ന് മാത്രം. അംഗീകൃത രാഷ്ട്രീയ പാർട്ടി എന്നുള്ള ഒരു താഴെ ഒരു അംഗീകൃത എന്നുള്ളത്, ചില സ്ഥാപനങ്ങളുടെ തട്ടിപ്പ് സ്ഥാപനമാണെങ്കിലും ചിലർ താഴെ എഴുതി വയ്ക്കുമല്ലോ, അംഗീകൃത, ഗവൺമെൻറ് അംഗീകൃത, കേന്ദ്ര ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനം എന്നൊക്കെ തട്ടിപ്പ് നടത്തും. അതുപോലെ ഉള്ള ഒന്നാണ് ഈ SDPI എന്ന് പറയുന്നത്. ഇവരുടെ അഖിലേന്ത്യാ നേതാവിനെ അറസ്റ്റ് ചെയ്തു. ആ അവസരത്തിലൊന്നും LDFോ UDFോ യാതൊരു പ്രതിഷേധവും രേഖപ്പെടുത്തിയിട്ടില്ല. ആ പ്രതിഷേധം രേഖപ്പെടുത്താത്തത് കൊണ്ട് ഇവർക്ക് വലിയ അമർഷമുണ്ട്. ഇവരുടെ LDFിലെയോ UDFിലെയോ സാംസ്കാരിക നായകന്മാർ പോലും പ്രതിഷേധം രേഖപ്പെടുത്തിയില്ല. ഈ സാംസ്കാരിക നായകന്മാർ പ്രതിഷേധം രേഖപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഇവരുടെ പാർട്ടിയിൽ നിന്ന് അറിയിപ്പ് ലഭിക്കണം, എന്നാലേ ഉള്ളൂ. അല്ലാതെ അതിനു മുമ്പ് കയറി പ്രതിഷേധിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുപോലെ ഉണ്ടാകാത്തത് കൊണ്ട് SDPIക്ക് ഇതിൽ ശക്തമായ പ്രതിഷേധം ഉണ്ടെന്നുള്ളതാണ്. കാരണം അവസരം വരുമ്പോൾ ഞങ്ങളെ ഉപയോഗിക്കുന്നു, ഞങ്ങളുടെ ഒരു നേതാവിനെ. അല്ലെന്നുണ്ടെങ്കിൽ LDF ആയാലും UDF ആയാലും ഉടനെ ഇറങ്ങും, സാംസ്കാരിക നായകന്മാരും ഇറങ്ങും. മോദി സർക്കാരിൻ്റെ ഭരണകൂട ഭീകരത, ഹിന്ദുത്വ രാഷ്ട്രമാക്കുന്നു, ന്യൂനപക്ഷങ്ങളെ അമർച്ച ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിറങ്ങാറുണ്ട്. ഇപ്പോൾ ഈ ഇഫ്താർ വിരുന്നിൻ്റെ പേരിൽ ഇവരെല്ലാം ഒന്നിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. അതിൽ ഇഫ്താർ വിരുന്നിൽ പോവുകയൊക്കെ ചെയ്യുമ്പോൾ ആരും അറിയത്തില്ലല്ലോ, വളരെ രഹസ്യമായി പോയി മൂക്കുമുട്ട തിന്നിട്ട് വരാൻ വേണ്ടി പോകുന്നു. UDF ഒരു പ്രീണനീയ രാഷ്ട്രീയമാണെന്ന് തന്നെ PC ജോർജ് അല്ലേ പറഞ്ഞത്? അതെ, പ്രീണനാണ് നമ്മുടെ VD സതീശൻ എന്നുള്ളത് അതൊരു രഹസ്യ പരസ്യമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഇരട്ടത്താപ്പ് നയം എപ്പോഴും ഒരു UDF എപ്പോഴും കൈക്കൊള്ളുന്നു. ഒരു ഇരട്ടത്താപ്പ്, അവിടെയും നിൽക്കണം ഇവിടെയും നിൽക്കുക. ഇപ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് മുസ്ലിം വിഭാഗങ്ങളിലെ ഒരുവിധം വോട്ടുകൾ ശേഖരിക്കുക എന്നുള്ള രീതിയിൽ, എന്നാൽ ഇവിടെയും നിൽക്കണം, എന്നാൽ സമൂഹത്തിൻ്റെ മുമ്പിൽ നമ്മൾ വഖഫ് മുതലുള്ള പല കാര്യങ്ങളിലും ഒരു ഇരട്ടത്താപ്പ്, അവിടെയും നിൽക്കും ഇവിടെയും നിൽക്കും, അവിടെയും വേണം ഇവിടെയും വേണം എന്നുള്ള അവരുടെ ഒരു പൊതു സ്വഭാവമാണ് ഇപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവർക്ക് UDF അല്ലെങ്കിൽ LDF ഇത് രണ്ടുപേരുടെയും തണൽ ഇവർക്കുണ്ട്. അതുകൊണ്ടാണല്ലോ ഇവർ പച്ച പിടിച്ചത്. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചപ്പോഴൊന്നും ഇവർക്ക് ഭയമില്ലാത്ത എന്തുകൊണ്ടാണ്? ഇവരുടെ തണലുണ്ട്. അത് SDPIയിലൂടെ ഇവർക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം എന്നിവർ കണക്ക് കൂട്ടുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെയാണ് ഇവർ പലയിടങ്ങളിലും, പാർക്കുകളിലും ബസ് സ്റ്റാൻഡുകളിലും ഒക്കെ ചെറു സംഘങ്ങളായി നിന്നുകൊണ്ട് കാര്യങ്ങൾ തീർച്ചപ്പെടുത്തും. MEC7 എന്നിട്ടുള്ള ഒരു വ്യായാമ കൂട്ടായ്മ തന്നെ ഇവർക്കുണ്ടെന്നുള്ളതാണ്. ജീവിതശൈലി രോഗങ്ങളിൽ തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവരൊരു ഇത്തരത്തിലൊരു കൂട്ടായ്മ ഉണ്ടാക്കിക്കൊണ്ട്, അപ്പം നമ്മൾ ആരും അതിനെ സംശയിക്കത്തില്ല. അതൊരു വ്യായാമത്തിന് വേണ്ടിയുള്ളതാണല്ലോ, അത് അംഗീകരിക്കും. ഇപ്പോൾ ഇഫ്താർ വിരുന്ന്, അതിനെന്താ, അവിടെ കുറച്ച് മുസ്ലിം സുഹൃത്തുക്കൾ നടത്തുന്ന ഇഫ്താർ വിരുന്നിൽ ഞങ്ങളെ ക്ഷണിച്ചിരിക്കുന്നു, ഇവർ ചെന്നു. ഈ ഇഫ്താർ വിരുന്നിലൂടെ ഇവർക്കിടയിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഉലച്ചിലുണ്ടെങ്കിൽ അതിനെ ഒന്ന് തണുപ്പിച്ചു കൊണ്ടുവരാനും സാധിക്കും. ഇവർക്ക് കൂടുതൽ സംരക്ഷണം ആ പ്രധാന രാഷ്ട്രീയ കക്ഷികളിൽ നിന്നും ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അതിനുവേണ്ടി തന്നെയാണ് ഈ ഇഫ്താർ വിരുന്ന്. ഇപ്പോൾ ഇതൊരു ആഘോഷമായി തീർന്നിരിക്കുകയാണ്. ഇഫ്താർ വിരുന്നിൻ്റെ മറവിൽ എന്തെല്ലാം ചെയ്യുമെന്ന് നമുക്കിനി കണ്ടറിയണം.
അപ്പോൾ ഇത് ഇവരുടെ ഒരു രക്ഷയാണ് എന്നുള്ളത് മനസ്സിലാക്കാം. SDPIയുടെ ഇവരുടെ രണ്ടുപേരുടെയും സംരക്ഷണം SDPIക്ക് വേണം. അതിനു വേണ്ടിയാണ് ഇതെല്ലാം.